അപ്പം ഞാൻ നിങ്ങളെ ഒരു കാര്യം കാണിച്ചു തരാമേ. ഇതെൻ്റെ ബാക്ക് യാർഡാ. അപ്പം നമ്മൾ പോകുന്നത് നേരെ എൻ്റെ ചിക്കൻ കൂപ്പിൻ്റെ അടുത്തേക്കാണ് കേട്ടോ. ഇവിടെ കോഴിക്കോട്. ഞാൻ വരുമ്പോഴത്തേക്ക് ഇവരെല്ലാം ഓടി ഇനി വരും. അപ്പോൾ നമുക്കിതുവഴി നമ്മൾ കയറും കേട്ടോ. ഈ രണ്ടുപേരും ഭയങ്കര ഫ്രണ്ട്ലി കേട്ടോ. നമ്മൾ തൊടുന്നതിനൊന്നും അവർക്കൊരു കുഴപ്പമില്ല കേട്ടോ. ഒരു കുഴപ്പമില്ല രണ്ടുപേരും. അത് കഴിഞ്ഞ് കുറച്ച് പേര് അവിടെ നിൽപ്പുണ്ട്. അപ്പോൾ വെള്ളമൊക്കെ കൊടുക്കുന്ന പാത്രമാണ്. ഇവർ രണ്ടും എൻ്റെ കൂടെ വരും കേട്ടോ. ഇവിടെ പോയാലും സോക്കി. ഇത് നമുക്ക് മുട്ടയുണ്ടോ എന്ന് നോക്കാം. അയ്യോ ഓക്കെ. ഒരാൾ ഇവിടെ ഇരിക്കുക കേട്ടോ. അവളത്ര ഫ്രണ്ട്ലി അല്ല. അവളെ ഞാൻ തൊടുന്നില്ല. ചിലപ്പോൾ മുട്ട കാണും. പക്ഷേ അവളിവിടെ ഇരുന്നോട്ടെ. അവളാണ് എൻ്റെ ഏറ്റവും പ്രായമുള്ള കോഴി കേട്ടോ. 3 വയസ്സെങ്കിലും ഉണ്ട് പാവത്തിന്. എണീറ്റ് പോയി. ഇഷ്ടപ്പെട്ടില്ല. ഓക്കെ. അപ്പോൾ ഇത് ഇന്നത്തെയും കൂടെ മുട്ടയാണ്. അവർക്ക് മുട്ടയിടാൻ തന്നെ ഇങ്ങനെ ഓരോ കമ്പാർട്ട്മെൻറ്റ്സ് ഉണ്ട്. ഓക്കെ. അപ്പോൾ അതിൽ അത്രയേ ഉള്ളൂ. ഇത്രയും മുട്ടയുള്ളൂ. ഞാൻ പോരുമ്പോൾ എൻ്റെ ഡോഗ് എൻ്റെ കൂടെ ഉണ്ട് കേട്ടോ. അവനെ അപ്പുറത്ത്, അവൻ്റെ ഗേറ്റിനപ്പുറത്താണ് അവരെ നിർത്തിയേക്കുന്നത്. എല്ലാവരും അവർക്ക് ഓരോരുത്തർക്കും ഓരോ സ്ഥലം കൊടുത്തിട്ടുണ്ട്. ഇത് അവനുള്ള സ്ഥലം, ആ ഏരിയ മുഴുവനെ. ഇത് ഇവർക്കുള്ള സ്ഥലം. ഇത് കുറച്ച് ഏറെയുണ്ട് അവർക്ക്. ബാക്ക് മുഴുവൻ കവർ ചെയ്തേക്കും അവർ. ഇപ്പം പിക്ക് ചെയ്ത മുട്ടയില്ലേ, അതുകൊണ്ട് നമുക്കൊരു ഓംലെറ്റ് ഉണ്ടാക്കാമേ. ഇതെൻ്റെ മുരിങ്ങ പ്ലാന്റ് കേട്ടോ. അതിൽ ഞാനൊരു തണ്ട് എടുക്കുന്നുണ്ട്. 1 അല്ലെങ്കിൽ 2 തണ്ടെടുത്തു. പിന്നെ എൻ്റെ ഒരു മുളക്, വലിപ്പമുള്ള മുളക് കേട്ടോ. എരിയുണ്ട് കേട്ടോ, കുറച്ച് എരിയുണ്ട്. പിന്നെ എൻ്റെ കറിവേപ്പിൽ നിന്ന് 2 തണ്ട് കറിവേപ്പും എടുക്കുന്നുണ്ട്. കുറച്ച് ഉള്ളിയും ഈ വർഷം പ്ലാന്റ് ചെയ്ത് കേട്ടോ. റെഡ് ഓനിയൻ അത് ഞാനെടുത്തു. മുല്ല കാണണ്ടേ. ഈ വർഷം എനിക്കൊരു നല്ല മുല്ല കിട്ടി കേട്ടോ. നിറച്ച് പൂവുണ്ട്. നല്ല കുടമുല്ലയാണ്. നല്ല ഏതലുള്ള മുല്ല കേട്ടോ. നല്ല ഭംഗിയാണ്. എന്തൊരു മണമാണോ. ഇതും എൻ്റെ ടൊമാറ്റോ ആണ്. ബാക്ക് യാർഡിലുണ്ട് ടൊമാറ്റോ കേട്ടോ. ഇത് ഞാനിടുന്നുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. ഇതെല്ലാം തന്നെ ഇവിടെ ഉണ്ടായ സാധനങ്ങളാണ്. ടൊമാറ്റോ, മുരിങ്ങ, കറി ലീവ്സ്, പച്ചമുളക്, അണിയൻ ആൻഡ് നമ്മുടെ മുട്ട. ഇനി നമുക്കിതുകൊണ്ട് ഒരു ഓംലെറ്റ് ഉണ്ടാക്കാം. ആക്കട്ടെ. നമ്മുടെ ഉള്ളി അരിഞ്ഞു ചെറുതായിട്ട്, മുളകും അരിഞ്ഞു, മുരിങ്ങ ലീഫ്, കറി ലീവ്സ്, മുരിങ്ങ ലീവ്സ് ആൻഡ് കറി ലീവ്സ്, ടൊമാറ്റോസും അങ്ങനെ ടൊമാറ്റോയും അരിഞ്ഞിട്ടു. ഇനി ഞാനൊരു ഇൻഗ്രീഡിയൻ്റ് കൂടെ ഞാൻ കാണിച്ചു തരാം. ബേസിൽ. ബേസിലും അരിഞ്ഞിട്ടു. ഈ ബേസിൽ നല്ല ഫ്രഷായിട്ട് നല്ല മണം കേട്ടോ. നമ്മുടെ മീറ്റ് മസാലയുടെ മണമുണ്ട് കേട്ടോ. ഇപ്പം ഞാനിത്
മുട്ടയ്ക്കകത്തും മുട്ടക്കറി ഉണ്ടാക്കുന്നതിനകത്തും അതുപോലെ ചിക്കന് ബീഫൊക്കെ കറി വെക്കുന്നതിലൊക്കെ ഞാൻ ഈ ഫ്രഷ് ബേസിലിടും. നിങ്ങൾ ട്രൈ ചെയ്യണം കേട്ടോ. ഓക്കെ, ഇനി നമ്മുടെ മുട്ട, ഞാനൊരു 4 മുട്ട ഇതിനകത്തോട്ട്, തേങ്ങ ഇടുന്നില്ല, 4 മുട്ട ഇതിലേക്ക് ഞാൻ ഒഴിക്കാൻ പോവുകയാണ്. അങ്ങനെ 4 മുട്ടയും സോൾട്ടും കൂടെ ആഡ് ചെയ്തു. ഇനി നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്യണം. ഫ്രൈങ് പാൻ അടുപ്പത്ത് വെച്ചു, സ്റ്റൗവിൽ വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കേട്ടോ. വെളിച്ചെണ്ണ ഒരുപാടൊന്നും വേണ്ട, മുട്ട അടിയിൽ പറ്റാതിരിക്കാൻ വേണ്ടിയുള്ള മാത്രം. അപ്പോൾ ആവശ്യമുള്ള വെജിറ്റബിൾസ് ഉണ്ടോ, ഒരുപാട് വെജിറ്റബിൾസ് ഉണ്ട്. ഇതെല്ലാം നമ്മുടെ ബാക്ക് യാർഡിൽ നിന്നാട്ടോ, എല്ലാം ഓർഗാനിക് ഹെൽത്തി ആയിട്ടുള്ള ഒരു ഓംലെറ്റാണ്. ഇനി ഞാൻ ഇച്ചിരി തീ കുറച്ചിട്ട് എന്നിട്ട് ഞാനൊന്ന് അടച്ച് വെക്കും കേട്ടോ. അടച്ച് വെക്കുന്നതിൻ്റെ കാരണം വെജിറ്റബിളൊക്കെ ഒന്ന് വാടണമല്ലോ, കുക്കാണമല്ലോ. ഓക്കെ, അപ്പം ഞാനൊരു 2-3 മിനിറ്റ് കഴിയുമ്പോൾ ഞാനത് തുറക്കും. 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ തിരിച്ചിട്ടു. പിന്നെ ആ ഭാഗം കൂടെ, മറ്റേ ഭാഗം കൂടെ ഒക്കെ വേകണം, അതിന് വേണ്ടി ഞാൻ തിരിച്ചിട്ട് ഇത് 2 മിനിറ്റ്, വെജിറ്റബിളൊക്കെ വേകാൻ വേണ്ടി മാത്രം കേട്ടോ ഇങ്ങനെ 2 മിനിറ്റ് വെക്കുന്നത്. അങ്ങനെ എൻ്റെ ഓംലെറ്റ് റെഡിയായി കേട്ടോ. വെജിറ്റബിൾസ് എല്ലായിടത്തും ഉണ്ട്. ഇനി നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ. ഒന്നും പറയാനില്ല, വളരെ നല്ല, ഭയങ്കര ടേസ്റ്റാണ്. സാധാരണ നമ്മൾ തേങ്ങ ഇട്ട് ഉണ്ടാക്കുന്ന കൂടൊന്നുമല്ല, ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു, പിന്നെ ഇതെല്ലാം തന്നെ നാച്ചുറൽ ഓർഗാനിക് ആണല്ലോ, അതുകൊണ്ടുകൂടെയൊക്കെ ആയിരിക്കും നല്ല ടേസ്റ്റി ആയിട്ടുണ്ട്. നമ്മളെ മുരിങ്ങ ലീവ്സ് ഒന്നും അതിൻ്റെ ടേസ്റ്റ് ഒന്നും നമ്മൾ അറിയത്തില്ല. എല്ലാവരും ട്രൈ ചെയ്യണേ. താങ്ക് യു, ബൈ ബൈ.